ഈ എക്സിറ്റ് പോളുകൾ അത് നമുക്ക് പൂർണ്ണമായിട്ട് അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം അവിടെ ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള ഒരു ട്രെൻഡ് ഉണ്ട്, അതിനുള്ള പണി ബി ജെ പി അവിടെ എടുത്തിട്ടുണ്ടെന്നുള്ള. പക്ഷേ എക്സിറ്റ് പോളുകൾ എത്രത്തോളം അക്യുറേറ്റ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഒന്നാമത് ഗ്രൗണ്ട് സീറോയിൽ പോയിട്ട് ഡാറ്റ കളക്ട് ചെയ്യുക എന്നുള്ളത് ബംഗാൾ പോലെയുള്ള ഒരു ലേഡി ഹിറ്റ്ലർ ഭരിക്കുന്ന സംസ്ഥാനത്ത് അസാധ്യമായ കാര്യമാണ്. ഇപ്പം ഇത്രയും വലിയ കേന്ദ്ര സേനയുടെ സാന്നിധ്യം ഉണ്ടായതുകൊണ്ടാണ് ഇപ്പം ഇത്രയെങ്കിലും രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഇൻപുട്ടൊക്കെ കിട്ടുന്നത്. അതല്ലെങ്കിൽ അത് കിട്ടില്ല എന്നതാണ് ഒരു വസ്തുത. അപ്പം അത് കൊണ്ട് തന്നെ ഈ എക്സിറ്റ് പോളുകളൊന്നും നമുക്ക് എത്രത്തോളം അക്യുറേറ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. അവർ ഓൾറെഡി ഒരു മൂഡ് മനസ്സിലാക്കി അതിനനുസരിച്ചൊക്കെ പ്രൊജക്ഷൻ കൊടുത്തതാകാനാണ് സാധ്യത. അത് പ്രദീപ് ഗുപ്ത, ആക്സിസ് മൈ ഇന്ത്യയുടെ പ്രദീപ് ഗുപ്ത കൃത്യമായിട്ട് പറയുന്നുണ്ട്. അദ്ദേഹം ഇതുവരെ ഇപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോൾ അദ്ദേഹം പുറത്തു വിട്ടിട്ടില്ല അവരുടെ എക്സിറ്റ് പോള്. പ്രോബബ്ലി എന്നാണ് പറഞ്ഞത്. അതായത് അവിടെ പോയി കൃത്യമായിട്ട് ജനങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ലഭിക്കണം, ഫീഡ്ബാക്ക് കിട്ടണം, അതിനവർ തയ്യാറാകുമോ? കാരണം പോസ്റ്റ് പോൾ വയലൻസ് എന്നുള്ളത് ബംഗാളിൽ വലിയൊരു പ്രശ്നമാണ്. നമ്മൾ കോൺഗ്രസ് വന്നതിന് ശേഷം കഴിഞ്ഞ തവണയൊക്കെ നമ്മളത് കണ്ടതാണ്. ഇപ്പം ബി ജെ പി ജയിച്ചാൽ ഒരു പരിധി വരെ അത് ഉണ്ടാവില്ല. നേരെ മറിച്ച് ബി ജെ പി പരാജയപ്പെടുകയാണെങ്കിൽ എന്തായിരിക്കും സാഹചര്യം? അതായത് ഒരാഴ്ചയോളം ശരിക്കും അക്രമം അടിച്ചുവിടുകയായിരിക്കും തൃണമൂലിൻ്റെ ഗുണ്ടകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അമിത്ഷാ പറഞ്ഞത് ഈ പറയുന്ന കേന്ദ്രസേന ഇനിയും അവിടെ തുടരും, 2 മാസത്തോളം തുടരും എന്നൊക്കെ പറഞ്ഞത്. അപ്പം കൃത്യമായൊരു പ്ലാൻ ബി ജെ പിക്ക് ഉണ്ട്. ബി ജെ പി പോസിറ്റീവായിട്ടുള്ള സിഗ്നൽ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.